ജെൻസന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകുകയാണ് നാടും കേരളവും ഒരുമിച്ചും. അങ്ങനെ അപ്രതീക്ഷിതമായുള്ള ദുരന്തത്തിൽ ശ്രുതിക്ക് തൻ്റെ പ്രിയതമനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വേദനയിൽ എല്ലാവരും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി അല്പസമയം മുമ്പ് ആശുപത്രിയിൽ എത്തിച്ച് തന്നെ മൃതദേഹം കാണിച്ചു. അത്യന്തം വേദനയോടുകൂടി തളർന്നു വീണ ശ്രുതിക്ക് ഇപ്പോൾ സെഡേഷൻ നൽകി മയക്കി കിടത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിച്ച ശേഷം മൃതദേഹം പിന്നീട് ആണ്ടൂർ പള്ളിയിൽ സംസ്കരിക്കും. അങ്ങനെ നിത്യനിദ്രയിലേക്ക് ജെൻസൺ മടങ്ങുകയാണ്. ശ്രുതിയെ തനിച്ചാക്കി കമൽ ചേരുന്നുണ്ട്. കമൽ, ഇനി എത്ര സമയം കൂടി അവിടെ പൊതുദർശനത്തിന് സമയം അനുവദിച്ചിട്ടുണ്ട്? പിന്നീടുള്ള മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരൊക്കെയാണ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്? സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ളവർ നേരത്തെ അവരെ ചേർത്ത് ഒരുമിപ്പിച്ച് ദുരന്തമുഖത്തൊക്കെ തന്നെ ശ്രുതിക്ക് താങ്ങായി നിന്നവരൊക്കെ എത്തുന്നുണ്ടോ? പ്രജീഷ്, അരമണിക്കൂറിനുള്ളിൽ മൃതദേഹം ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെ പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നേരെ പൊതുദർശനത്തിന് എത്തിക്കുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അമ്പലവയലിൽ ആംബുലൻസ് എത്തിയപ്പോഴേക്കും തീരുമാനം മാറ്റുകയും ശ്രുതിയെ അവസാനമായി ഒരു നോക്ക് കാണിക്കാൻ കൽപ്പറ്റ ലിയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന തീരുമാനം വരികയുമായിരുന്നു. അങ്ങനെയാണ് ആംബുലൻസ് കൽപ്പറ്റയിലേക്ക് എത്തിയത്. എന്തായാലും ലിയോ ആശുപത്രിയിൽ വെച്ച ശ്രുതിക്ക് കാണാനുള്ള അവസരമൊരുക്കി. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഇപ്പോൾ ഈ പൊതുദർശനത്തിൽ ഒരു നോക്ക് ജെൻസനെ അവസാനമായി കാണാനെത്തുകയാണ്. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇവിടെയുണ്ട്. വയനാടിൻ്റെ അല്ല, കേരളത്തിൻ്റെ എന്നല്ല, ഈ സംഭവം അറിയാവുന്ന ലോകത്തുള്ള എല്ലാവരുടെയും നൊമ്പരമായി മാറുകയാണ് ജെൻസൺ. ഇന്നലെ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമേ എന്ന് ആഗ്രഹിക്കുകയായിരുന്നു എല്ലാവരും. പക്ഷേ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചില്ല. രാത്രി 8:57 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിച്ചത്. ഇപ്പോഴെന്തായാലും പൊതുദർശനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പ്രജീഷ്. ശരി കമൽ, രാഹുലിലേക്ക് കൂടി എത്താം. രാഹുൽ, ഇപ്പോൾ അവിടെ മൃതദേഹം അവിടെ നിന്നും മാറ്റാനുള്ള അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണല്ലോ. എന്താണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? പ്രജീഷ്, പൊതുദർശനം ഉടൻ തന്നെ അവസാനിക്കുമെന്നാണ്. 2:30 ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീടാണ് ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി ജെൻസനെ കാണാൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിൽ അവസാനമായി കാണുന്നതിനുള്ള അവസരമാണ് ഉണ്ടാവുക. വീട്ടിൽ ഈ അന്ത്യശുശ്രൂഷകളൊക്കെ തന്നെ, പ്രത്യേക പ്രാർത്ഥനകളൊക്കെ തന്നെ നടക്കും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ആണ്ടൂർ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. വീട്ടിൽ പിന്നീട് അന്ത്യശുശ്രൂഷകൾ നടത്തിയതിന് ശേഷം പള്ളിയിലേക്കാണ്, ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലാണ് ജെൻസന്റെ സംസ്കാരം നടക്കുക. അതൊരു ഓഡിറ്റോറിയത്തിലും വീട്ടിലും എത്തി പ്രിയപ്പെട്ട ജെൻസനെ നാടൊന്നാകെ പ്രാർത്ഥനയോടെ തന്നെ കാത്തിരുന്ന ജെൻസനെ കാണാൻ കഴിയാത്ത ആളുകൾക്ക് പള്ളിയിലേക്ക് എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള കുറച്ച് സമയം കൂടിയാണ് ഉണ്ടാവുക. പിന്നീട് അവിടെ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും എന്ന് തന്നെയാണ്. എന്തായാലും ഇവിടെ ഈ പൊതുദർശനത്തിൽ അവസാനമായി കാണാനായി വന്ന 100കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നതെന്ന് തന്നെയാണ്. എല്ലാവരും ഒരുപോലെ വിങ്ങിപ്പൊട്ടി അത്യന്തം ഹൃദയഭേദകമായാണ് ജെൻസനെ കണ്ട് യാത്രാമൊഴി നൽകി ഇവിടെ നിന്ന് മടങ്ങുകയും തന്നെ ചെയ്തിട്ടുള്ളത്. പറഞ്ഞതുപോലെ തന്നെ അത്രയും സങ്കടകരമായ നിമിഷം. ഏതായാലും പ്രതീക്ഷ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണെന്നതാണ്. ഇപ്പം നമ്മുടെ ഇപ്പം കൽപ്പറ്റ MLA കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തി ശ്രുതിയെ കണ്ടതിന് ശേഷമാണ് ഇവിടെ പൊതുദർശന വേദിയിലേക്ക് വന്നത് എന്നതാണ്. സിദ്ദിഖ, ശ്രുതിയെ കണ്ടു, ശ്രുതി എന്തൊക്കെ ആശുപത്രിയിൽ നിന്ന് പറയുന്നു? യഥാർത്ഥത്തിൽ ശ്രുതി അവസാനമായി ഞങ്ങൾ അവിടെ ആശുപത്രിയിൽ തന്നെ വെച്ച് തന്നെ ശ്രുതിയെ കാണിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയത്. ബോഡി അവിടെ കൊണ്ടുവന്നു, കുടുംബമായിട്ട് സംസാരിച്ചു. ബോഡി കൊണ്ടുവന്ന സമയത്ത് ശ്രുതിയുടെ രംഗം വൈകാരികമായി. കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞു. വല്ലാത്ത രംഗമായിരുന്നു. മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിനോട് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാണ്
ജെൻസണെ അവസാനമായി അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. വല്ലാത്ത വികാരവും വല്ലാത്ത വേദനയും, എന്താ പറയുക, അവിടെ നിന്ന് പറഞ്ഞ വാക്കുകളൊക്കെ വല്ലാത്ത വാക്കുകൾ, ഒരിക്കലും പറയാനും സഹിക്കാനും ഒന്നും പറ്റാത്തതായ വാക്കുകൾ. അവസാന യാത്രയിലേക്ക് ജെൻസൺ പോവുകയാണ്. നമുക്ക് ഈ കണ്ടു നിൽക്കുന്ന ആളുകൾക്കും കേരളക്കരയിലെ ഒന്നടങ്ക ആളുകൾക്കും സഹിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ശ്രുതിയുടെ ഒരവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല. ഞങ്ങൾ ഈ ശ്രുതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നുള്ളതാണ്. ഞാൻ 10-20 മിനിറ്റ് രാവിലെ സംസാരിച്ചത് ശ്രുതിയായിട്ട്. ഞങ്ങൾ മെഡിക്കൽ ടീം, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ദീർഘനേരം സംസാരിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ശ്രുതി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ശ്രുതിയുടെ കാല് ഇളകലും സംസാരിക്കലെല്ലായിട്ട് കുഴപ്പമാവും. പിന്നെ മെഡിക്കൽ ടീം ആലോചിച്ചത് സെഡേഷൻ ഇവിടുന്ന് കൊടുക്കാൻ പറ്റും, അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാം അവിടെ തന്നെ ബോഡി അങ്ങോട്ട് കൊണ്ടുവരാം, അവിടുന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ശ്രുതിയെ മാറ്റി, ICUവിലുള്ള പേഷ്യൻസിനെ മാറ്റി ശ്രുതിയെ താഴോട്ട് കൊണ്ടുവന്നു. ജെൻസന്റെ ബോഡി ശ്രുതിയെ കിടത്തി തല ഉയർത്തി അങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ശ്രുതി മരിച്ചു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ശ്രുതി എത്തിയത്. ഇത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായത് വികാരപരമായ രംഗങ്ങളാണ്. ബോഡി അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ശ്രുതിയോട് സംസാരിച്ചോ? ശ്രുതിയെ ഞാൻ മെഡിക്കൽ ടീമിൻ്റെ കയ്യിലേക്ക് ശ്രുതിയെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ശ്രുതിയെ ശ്രദ്ധിക്കണം, ആവശ്യമാണെങ്കിൽ സെഡേഷൻ ഉൾപ്പെടെ കൊടുക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. എല്ലാ ഡോക്ടേഴ്സിൻ്റെയും സാന്നിധ്യം അവിടെ ക്രമീകരിച്ചാണ് ഞങ്ങൾ ജെൻസനെ കാണിച്ചതും ചെയ്തതും. അതിന് ശേഷമുള്ളതായിരിക്കുന്ന വിവരം ഇപ്പോൾ എന്താണ്, കുഴപ്പമില്ല എന്നുള്ളതാണ് പറഞ്ഞത്, മാനേജബിളാണ് എന്നുള്ള പറഞ്ഞത്. പക്ഷേ ശ്രുതിയുടെ മനസ്സ് നിയന്ത്രിക്കാനുള്ള പാടാണ് ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ജെൻസൺ പോയി എന്ന് ഉൾക്കൊള്ളാൻ ശ്രുതി 1% എന്താ പറയുക, മരിച്ചു പോയി എന്നുള്ള വാക്കൊഴികെ ബാക്കിയൊക്കെ ശ്രുതിയോട് പറഞ്ഞപ്പോഴും ശ്രുതി പറഞ്ഞത്, എനിക്ക് കോഴിക്കോട് ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ ജെൻസനെ അവിടെ കൊണ്ടുപോകും, ലോകത്തെവിടെയും ഞാൻ ജെൻസനെ കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. അപ്പോൾ ഈ വാക്ക് പറയാതെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെയാണ് അവസാനം ബോഡി കാണിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അതായത് പ്രിയപ്പെട്ട ജെൻസൺ മരിച്ചു എന്ന് ശ്രുതി ഉൾക്കൊണ്ടിട്ടില്ല. മരിച്ചു എന്നുള്ളത് ഉൾക്കൊണ്ടിട്ടില്ല. അവസാനം ബോഡി വന്ന സമയത്ത് വല്ലാത്ത വൈകാരികമായിട്ടുള്ള പ്രതികരണം ശ്രുതി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞ വാക്കും അവിടെ ഉണ്ടായ രംഗവും അത്രത്തോളം വികാരപരവും വൈകാര്യവും വിഷമകരവുമായിട്ടുള്ള സങ്കടമുള്ള സാഹചര്യങ്ങളാണ് ഹോസ്പിറ്റലിലുണ്ടായത്. പ്രജീഷ്, MLA പറഞ്ഞത് കേട്ടില്ലേ? അതായത് MLA ജെൻസനെ ലീവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ജെൻസൺ വിടവാങ്ങി, പ്രിയതമൻ തന്നെ വിട്ടുപോയി എന്ന് ഉൾക്കൊള്ളാൻ ശ്രുതി തയ്യാറായില്ല എന്നതാണ്. അതുകൊണ്ടാണ് മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ച് ശ്രുതിയെ കാണിച്ചതെന്നുകൂടിയാണ്. അതായത് ശ്രുതി പറഞ്ഞത്, ഈ ഏതൊക്കെ വിധത്തിലുള്ള ചികിത്സ നൽകാൻ കഴിയുമോ താൻ അതിനു വേണ്ടിയൊക്കെ കൊണ്ടുപോയിക്കോളാം, ജെൻസനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോളാം എന്നതടക്കമാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൽപ്പറ്റ ആശുപത്രിയിലേക്ക് ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോയി ശ്രുതിയെ കാണിച്ചു. മരിച്ചു എന്നത് ഉൾക്കൊള്ളാൻ ശ്രുതി തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് മൃതദേഹം കൊണ്ടുപോയി കാണിച്ചത് എന്നതുകൂടിയാണ്. കണ്ടതിന് ശേഷം ശ്രുതിയുടെ പെരുമാറ്റം എങ്ങനെ ആയിരുന്നു എന്ന വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല എന്നതുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർമാരെ ഏൽപ്പിച്ചതിന് ശേഷം, സെഡേഷൻ നൽകിയതിന് ശേഷമാണ് ഇവരടക്കം MLA അടക്കം ഇങ്ങോട്ടേക്ക് വന്നത് എന്നതുകൂടിയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പൊതുദർശനം ഓഡിറ്റോറിയത്തിലെ പൊതുദർശനം കൂടി പൂർത്തിയായിട്ടുണ്ട്. 100-ലധികം ആളുകൾ വന്ന് ജെൻസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കണ്ണീരോടുകൂടിയാണ് എല്ലാവരും തന്നെ ജെൻസനെ കണ്ട് യാത്ര പറഞ്ഞ് മടങ്ങുകയോട് ചെയ്തിട്ടുള്ളത്. ഈ ആംബുലൻസ് ഇപ്പോൾ നീങ്ങുന്നത് ജെൻസന്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ അന്ത്യശുശ്രൂഷ ബന്ധപ്പെട്ടവർ, പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾക്ക്, അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ ജെൻസനെ കാണുന്നതിനുള്ള സമയമാണ് ഇനി എന്നതുകൂടിയാണ്. അതിനുശേഷം അവിടുത്തെ അന്ത്യശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം പള്ളി സെമിത്തേരിയിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകും.